ഹലോ, ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ പ്രധാനമായും സെൽഫ് ഇമേജിനെ കുറിച്ചാണ്. ഒരു വ്യക്തിയുടെ സെൽഫ് ഇമേജ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും അവൻ്റെ ചുറ്റുപാടുകളും അവൻ്റെ കുഞ്ഞുനാളിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളും ഒക്കെ ആയിട്ട് ചുറ്റുപിണഞ്ഞ് കിടപ്പുണ്ട്. കാരണം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ എന്നെക്കുറിച്ചൊന്ന് ഞാൻ പറയുകയാണെങ്കിൽ, ചെറുപ്പത്തിൽ ഞാൻ അത്രമാത്രം പഠിക്കുന്ന ഒരു കുട്ടിയൊന്നും ആയിരുന്നില്ല. വളരെ മോശം പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന ഒരു കുട്ടിയായിരുന്നു. അതുപോലെ തന്നെ മറ്റുള്ളവരോട് അധികം സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നില്ല. എന്താ പറയുക, ഇങ്ങനെ കുറച്ച് പിന്നോക്കം നിൽക്കുന്നൊക്കെ പറയില്ലേ, നമ്മൾ അധികം മറ്റുള്ളവരുടെ അടുത്ത് സംസാരിക്കത്തില്ല, നമുക്ക് സംസാരിക്കുമ്പോൾ ഒരു മടി, അതുപോലെ തന്നെ പഠിക്കാനുണ്ടാവുന്ന മടി, എല്ലാ തരത്തിലും ഒന്ന് പിന്നോട്ട് നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു ചെറുപ്പത്തിൽ. പക്ഷെ എൻ്റെ അച്ഛൻ എപ്പോഴും എന്നെക്കുറിച്ച് മറ്റുള്ളവരുടെ അടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. എൻ്റെ മോള് ഭയങ്കര മിടുക്കിയാണ്, എല്ലാം വളരെ സ്മാർട്ടായിട്ട് ചെയ്യും, നന്നായിട്ട് പഠിക്കും എന്നൊക്കെ രീതിയിലാണ് പറയുന്നത്. അപ്പം പലപ്പോഴും ഞാനിപ്പോൾ ചിന്തിക്കാറുണ്ട്, ഞാൻ പഠിക്കുമോ എന്നൊക്കെ. പക്ഷേ പലപ്പോഴായിട്ടും ചെറുപ്പത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ചില വാക്കുകൾ നമ്മളെ പലപ്പോഴും ആ ഒരു സ്ഥാനത്ത് എത്തിക്കുമെന്നൊക്കെ പറയാറില്ലേ, അങ്ങനെയുള്ള ഒരു ചില അനുഭവങ്ങൾ പലപ്പോഴും എൻ്റെ അച്ഛൻ മറ്റുള്ളവരുടെ അടുത്ത് എന്നെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പലപ്പോഴും നല്ലതുമുണ്ട്, സത്യമായിട്ടുള്ള കുറേ കാര്യങ്ങൾ നല്ലത് തന്നെ പറയാറുള്ളൂ. അപ്പോൾ എപ്പോഴും അങ്ങനെ പറയുന്ന ചില കാര്യങ്ങൾ എന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അത്തരം ഒരു വലുതായിട്ട് ഞാൻ വളർന്നു കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ഉണ്ടായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടെന്നല്ലെങ്കിലും അത്യാവശ്യം സ്മാർട്ടായിട്ട് വളർന്നു എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും എൻ്റേതായിട്ടുള്ള ഒരു വ്യക്തിത്വം ഉണ്ടാക്കിയെടുക്കാനും, അല്ലെങ്കിൽ സ്മാർട്ടാണ് എന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാനും, അല്ലെങ്കിൽ അത്തരത്തിലൊരു നല്ലൊരു പേഴ്സണാലിറ്റി ഉണ്ടാക്കിയെടുക്കാനും എന്നെ ഒത്തിരി സഹായിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ചെറുപ്പത്തിൽ ഞാൻ കേട്ട അച്ഛൻ്റെ വാക്കുകൾ എന്ന് പറയുന്നത്. അതുപോലെയാണ് കുഞ്ഞുനാളിൽ നമ്മൾ കേൾക്കുന്ന ചില വാക്കുകൾ എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, അയാൾ കടന്നു പോകുന്ന വഴികളിൽ, അപ്പോൾ അയാൾ ഒരു കല്യാണത്തിന് പോയി എന്ന് വിചാരിക്കാം. ആ കല്യാണത്തിന് പോകുന്ന സമയത്ത് സദസ്സിൻ്റെ മുൻനിരയിൽ ഒരുപാട് പേര് ഇരിക്കുന്നുണ്ട്, പിൻനിരയിലും കുറച്ച് ആളുകൾ ഇരിക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. നടുവിലൊക്കെ ആയിട്ട് എല്ലാ സീറ്റുകളും ഒഴിഞ്ഞു കിടക്കുവാണ്. അപ്പോൾ ഈ വ്യക്തി പോയിരിക്കുന്നത് എവിടെയാണോ അതാണ് അയാളുടെ സെൽഫ് ഇമേജുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യം. ആൾ നടുവിലാണ് പോയിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അയാളുടെ ഉള്ളിൽ അയാൾക്ക് ചെറുപ്പം തൊട്ടേ ഉള്ളൊരു അപഹർഷതാ ബോധം, അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുന്ന ചില കാര്യങ്ങൾ അയാളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ അത് കെട്ടുപിണഞ്ഞ് കിടപ്പുണ്ട്. അപ്പോൾ അതല്ല, ചില ആളുകൾ നേരെ തന്നെ മുമ്പിൽ പോയിട്ട് ഇരിക്കുകയാണെങ്കിൽ അതും അയാളുടെ ചില ജീവിത രീതികൾ, അയാൾക്ക് മുൻപുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ, അല്ലെങ്കിൽ അയാളുടെ പാരൻസ് പലപ്പോഴും മുൻനിരയിൽ പോയിരിക്കുകയും എല്ലാവരോടും സംസാരിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ അയാളോട് പറയുകയാണ്, മോനെ നീ മുമ്പിൽ വന്നിരിക്കുക കേട്ടോ, നീ മുമ്പിലാണ് സ്ഥാനം, അല്ലെങ്കിൽ മുമ്പിൽ ഇരിക്കുമ്പോഴാണ് മറ്റുള്ളവരുടെ അടുത്ത് നമ്മൾ ഇടപഴകുന്നത് എന്നൊക്കെയുള്ള രീതിയിലാണ് ചെറുപ്പത്തിൽ പറയുന്നെങ്കിൽ നിനക്ക് അതിനുള്ള കഴിവുണ്ട് എന്ന് നമ്മൾ പാരൻസ് കുട്ടികളോട് പറയുകയാണെങ്കിൽ അവൻ എന്തായാലും മുന്നിൽ തന്നെ പോയിരിക്കും. അതല്ല, അവനോട് പറയുകയാണ് നീ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്, മൂടിയാണ്, ഇവനെങ്ങനെ അധികം ആരോടും സംസാരിക്കുന്ന പ്രകൃതക്കാരൊന്നൊന്നുമല്ല, ഇവൻ എപ്പോഴും റൂമിൽ അടച്ചിട്ടിരിക്കുന്ന പ്രകൃതമാണ് എന്നൊക്കെയാണ് നമ്മൾ അവനോട് ബോധപൂർവം അല്ലെങ്കിൽ പോലും നമ്മൾ അമ്മ എന്ന വ്യക്തി, അമ്മയോ അച്ഛനോ ആരും ആയിക്കോട്ടെ, ഇവർ രണ്ടുപേരും കുടുംബത്തിലുള്ളവരിടത്തോ അല്ലെങ്കിൽ പുറത്തുള്ളവരിടത്തോ ഇവരുടെ മുമ്പിൽ വെച്ചിട്ടോ അല്ലാതെയോ പറയുന്ന ചില കാര്യങ്ങൾ പലപ്പോഴായും ഈ കുട്ടി കേൾക്കുകയും ഞാൻ അങ്ങനത്തെ ഒരു പ്രകൃതക്കാരനാണെന്നുള്ളൊരു ചിന്ത അവനിൽ ഉടലെടുക്കുകയും ചെയ്യും. അപ്പോൾ അവൻ എന്ത് ചെയ്യും, സ്വാഭാവികമായും നടുവിൽ മറ്റുള്ളവരടുത്ത് ഇടപഴകാത്ത രീതിയിൽ തന്നെയായിരിക്കും പോയിരിക്കുന്നുണ്ടാവുക. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഇമേജ് എന്ന് പറയുന്ന ഒരു കാര്യം കുഞ്ഞിലേ തന്നെ ഉടലെടുക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ പാരൻസിൻ്റെ ഭാഗത്തുണ്ടാകുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് റോൾ എന്ന് പറയുന്നത് കുട്ടിയെ പലപ്പോഴായിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവരെ നല്ല രീതിയിൽ വാർത്തെടുക്കാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ്. നീ മിടുക്കിയാണ്, അല്ലെങ്കിൽ നീ മിടുക്കനാണ്, നീ മുന്നോട്ട് വരണം, നിനക്ക് നല്ല രീതിയിൽ മറ്റുള്ളവരുമായിട്ട് സംസാരിക്കാനുള്ള കഴിവുണ്ട്, സ്റ്റേജിൽ പോയി പാടാനുള്ള കഴിവുണ്ട്, ഇവന് പേടിയൊന്നുമില്ല അല്ലെങ്കിൽ ഇവൾക്ക് പേടിയൊന്നുമില്ല എന്നുള്ള തരത്തിൽ നമ്മുടെ ബോധപൂർവമായെങ്കിൽ നമ്മൾ സംസാരം അങ്ങനെയാണെങ്കിൽ കുട്ടി അത് പലപ്പോഴായിട്ട് കേൾക്കുന്ന ഈ കാര്യങ്ങൾ അവൻ്റെ ഉൾബോധം, അതായത് അവൻ്റെ ഒരു ഇന്നർ മൈൻഡിൽ അവൻ വെക്കുകയും ആ ഉപബോധ മനസ്സ് അവനെ അങ്ങനെ ആക്കി തീർക്കുകയും ചെയ്യും.
മനസ്സിലായില്ലേ? അപ്പോൾ അത്തരത്തിൽ പാരൻസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവന് താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കാതെ മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെയാണെന്നുള്ള രീതിയിൽ ബോധപൂർവം അത്തരത്തിൽ നമ്മൾ അങ്ങനെ ആക്കുന്ന ഒരു സിസ്റ്റം ഒഴിവാക്കിക്കൊണ്ട് ആ തരത്തിൽ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യാനും കുട്ടികളെ മുന്നോട്ട് കൊണ്ടുവരാനും നമ്മളുടെ വാക്കുകൾ അത് സൂക്ഷിച്ച് തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. കാരണം ഇപ്പോൾ വളരുന്ന ഒരു 80% ഈ സെൽഫ് ഇമേജ് എന്ന് പറയുന്നത് ഒരിക്കലും മാറ്റിയെടുക്കാനാവുന്ന കാര്യങ്ങളല്ല. എന്നാൽ എനിക്ക് ഇങ്ങനെയുള്ള ഇമേജിന് മാറ്റിയെടുക്കണമെന്നുള്ള ചിന്തയോടുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു 20% തീർച്ചയായിട്ടും മാറ്റിയെടുക്കാനും സാധിക്കും. അപ്പോൾ മാറ്റിയെടുക്കാൻ പറ്റാത്തതൊന്നുമല്ല, മാറ്റിയെടുക്കാൻ സാധിക്കും. പക്ഷെ അതേസമയം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബോധപൂർവം ചിലപ്പോൾ ശ്രമിക്കേണ്ടി വരും. പക്ഷെ അതിനേക്കാൾ നല്ലത് കുട്ടി ചെറുപ്പത്തിൽ തന്നെ നല്ലത് കേട്ട് വളരുന്നതല്ലേ. അപ്പം നല്ല ഇമേജ് സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കില്ലേ? അപ്പം എല്ലാവരും, എല്ലാ പാരൻസും കുട്ടികളുടെ കൂടെ നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും അവരെ മാക്സിമം മോട്ടിവേറ്റ് ചെയ്ത് നല്ലൊരു ഇമേജ് അവരുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ശ്രമം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. അത് തന്നെയാണ് അവരുടെ സെൽഫ് ഇമേജ് വളർത്തിയെടുക്കുമ്പോൾ അത് ഇമേജ് നല്ല രീതിയിലാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു കോൺഫിഡൻസ് ലെവലിലോട്ടും അത് നല്ലൊരു വ്യക്തിത്വത്തിലേക്കും മുന്നോട്ട് വരാൻ സഹായിക്കുമെന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നല്ലൊരു ഇമേജ് കാത്തു സൂക്ഷിച്ച് നല്ലൊരു വ്യക്തിത്വം ഉണ്ടാവട്ടെ എല്ലാ കൊച്ചു കൂട്ടുകാർക്കും എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.